നിങ്ങളിൽ പലരും ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നവരായതുകൊണ്ട് അതേപ്പറ്റി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വർഗീയ പിതാവിനെ പറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും നാം ജീവിക്കേണ്ടത് പിതാവിനെ പറ്റിയുള്ള അറിവിലും കൂട്ടായ്മയിലുമാണ്. യോഹന്നാൻ 15 യേശു പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ വരത്തെപ്പറ്റിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പറ്റിയും അതുപോലെ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെപ്പറ്റിയൊക്കെ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് പല പല ക്രിസ്തീയ വിഭാഗങ്ങളിലും. ചിലർ പറയും എല്ലാവരും അന്യഭാഷ പറയണം, ഇതുപോലുള്ള പല കാര്യങ്ങളും. എന്നാൽ ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനെ ഒന്നും വില കുറച്ച് കാണാതെ നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തെ നിങ്ങളുടെ പിതാവായിട്ട് അറിയണം. ഞാൻ പറയാം എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന്. യോഹന്നാൻ 15 ഇവിടെ ആദ്യമായിട്ട് യേശു പരിശുദ്ധാത്മാവിൻ്റെ വരത്തെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് അവൻ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയക്കാനായിട്ട് പിതാവിനോട് ചോദിക്കുന്നതിനെപ്പറ്റി. ക്ഷമിക്കണം, യോഹന്നാൻ 15 14 അധ്യായത്തിൽ 16 വാക്യത്തിൽ. അവൻ ക്രൂശിലേക്ക് പോകുന്നതിന് അല്പസമയം മുമ്പാണിത് പറയുന്നത്. അവൻ്റെ അവസാനത്തെ സന്ദേശം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. മറ്റൊരു എന്ന് പറഞ്ഞാൽ ആരാണ് ആദ്യത്തെ ആൾ? യേശു തന്നെയാണ്. യേശു അവരോടുകൂടെ ഉള്ളപ്പോൾ ശിഷ്യന്മാർ വളരെ ആശ്വാസവും ധൈര്യവും ഒക്കെ ഉള്ളവരായിരുന്നു. ആ തടാകത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടായാൽ യേശു ആ പടകിലുണ്ടെങ്കിൽ പ്രശ്നമില്ല. അവരൊരു വിചാരവും വിഷമമുള്ളവരായിരുന്നില്ല. ആയിരങ്ങൾ ഭക്ഷണമില്ലാതെ ഇരിക്കുന്നു, ഒരു പ്രശ്നമില്ല, യേശു ഇവിടെ ഉണ്ട്. ആവശ്യത്തിലിരിക്കുന്ന രോഗികൾ, ഒരു പ്രശ്നമില്ല, യേശു ഇവിടെ ഉണ്ട്. ചിന്തിച്ചു നോക്കൂ, യേശു അവരോടുകൂടെ ഉണ്ടായിരുന്നപ്പം അവരെ വിചാരപ്പെടുന്നതിൽ പൂർണ്ണമായി സ്വതന്ത്രരായിരുന്നു. ഭയത്തിൽ നിന്ന് അവർക്ക് പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ അപ്പോൾ അവനൊരു സഹായിയായിരുന്നു. ഇപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ മറ്റൊരു സഹായകനായിട്ട് പ്രാർത്ഥിക്കും. മറ്റൊരു സഹായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പോലെ തന്നെയുള്ള ഒരാൾ. മറ്റൊരു വാക്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വരം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പം അത് പൂർണ്ണമായിട്ട് യേശു അവരോടുകൂടെ ഉള്ളതുപോലെയാണ്. ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിലും. നിങ്ങൾക്കങ്ങനെയാണോ? അതങ്ങനെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനായുള്ള ദാഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനദികൾ ഒഴുകും. നാം വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. പരിശുദ്ധാത്മാവ് ഇല്ലാതെ നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. എന്നാൽ പരിശുദ്ധാത്മാവോട് നിറയുന്നതും പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുന്നതും വളരെ വ്യത്യസ്തമായ കാര്യമാണ്. അത് ഇതുപോലെയാണ്. 10 മുറികളുള്ള ഒരു വീട്, അതിൽ ഒരു മുറിയിൽ വെളിച്ചമുണ്ട്. ആ വീട്ടിൽ വെളിച്ചമുണ്ടോ? ഉണ്ട്. അത് പൂർണ്ണമായിട്ടും വെളിച്ചമാണോ? അല്ല. മിക്ക മുറികളും ഇരുണ്ടതാണ്. എന്നാൽ അവിടെ വെളിച്ചമുണ്ട്. അനേക വിശ്വാസികളും ഇങ്ങനെ പ്രശംസിക്കാറുണ്ട്, ഓ എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ സഹോദര, നിൻ്റെ വീടിൻ്റെ 90% ഇരുണ്ടതാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന പോലല്ല. അതുകൊണ്ടാണ് നീ വിചാരമുള്ളവനായിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിഹരിക്കപ്പെടാത്ത പാപങ്ങൾ നിൻ്റെ ജീവിതത്തിൽ തുടർമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിശുദ്ധാത്മാവോട് നിറയുക മാത്രമാണ്. അവൻ ദൈവത്തെ നിങ്ങളുടെ പിതാവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ശ്രദ്ധിക്കുക, ഈ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് തരും. 18 വാക്യം നോക്കൂ, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഇത് തമ്മിലുള്ള ബന്ധം നിങ്ങൾ കണ്ടോ? പരിശുദ്ധാത്മാവ് ഇല്ലാതെ നിങ്ങൾ അനാഥരാണ്. അനാഥരെ വിചാരപ്പെടുന്നവരാണ്. എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് അവർ വിചാരപ്പെടുന്നു. നാളെ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെ അത് കൈകാര്യം ചെയ്യും. അവരേകരാണ്, അവർക്കൊരു പിതാവില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയാം. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മിക്ക ക്രിസ്ത്യാനികളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനാഥരാണ്. സ്വർഗീയ പിതാവെന്നൊക്കെ അവർ പറയുമെങ്കിലും അവരുടെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരനാഥനെ പോലെ തന്നെയാണ് അവർ പെരുമാറുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഞാൻ വീണ്ടും ജനിച്ച ശേഷം 16 വർഷത്തോളം ഞാൻ കർത്താവിനെ സേവിക്കാനായിട്ട് എൻ്റെ ജോലി വിട്ടിട്ടും ഞാനൊരു അനാഥനെ പോലായിരുന്നു. ദൈവം
തൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കുന്നത് വരെയും. അത് സംഭവിച്ച ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യം, ദൈവം യഥാർത്ഥത്തിൽ എൻ്റെ പിതാവായി തീർന്നു. അവൻ എന്നും എൻ്റെ പിതാവ് തന്നെയായിരുന്നു, എന്നാൽ അതെനിക്ക് യാഥാർത്ഥ്യമായി. ഇതിൻ്റെ തെളിവ് എന്താണ്? മത്തായി 6 നോക്കാം. അതിൻ്റെ 31, 32 വാക്യങ്ങൾ. മത്തായി 6 31, 32. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും, ഇത് അർത്ഥമാക്കുന്നത് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടിയ സകല കാര്യങ്ങളെ പറ്റിയാണ്. എങ്ങനെ എനിക്ക് ഈ മാസത്തെ വാടക കൊടുക്കാം? ഒരു നല്ല വീട് എനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു എന്ന് എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വീട് വേണം. അതെനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? ഞാൻ അതിനുവേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ കൈ നീട്ടേണ്ടി വരുമോ? നിനക്കൊരു സ്വർഗീയ പിതാവുണ്ട്, നീ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. നേവിയിലുള്ള എൻ്റെ ജോലി വിട്ടപ്പം കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണത്. 56 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള നിൻ്റെ ഒരാവശ്യത്തെ നീ ആരോടും ചോദിക്കണ്ട, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതണ്ട. ഒരു പക്ഷേ നിനക്ക് ശമ്പളമില്ലായിരിക്കാം, ഞാൻ നിൻ്റെ പിതാവാണ്, നീ എന്നെ വിശ്വസിക്കുക. ഇന്ന് ഏതാണ്ട് 57 കൊല്ലത്തിന് ശേഷം എനിക്ക് സാക്ഷി പറയാൻ കഴിയും, എൻ്റെ പിതാവ് എന്നെ പരിപാലിച്ചു. എൻ്റെ ജീവിതത്തിൽ ആർക്കും ഞാൻ പ്രകടനം അയച്ചിട്ടില്ല, ഒരിക്കലും ശമ്പളവും കിട്ടിയില്ല, പണമന്വേഷിച്ച് ഞാൻ എങ്ങും പോയില്ല. എൻ്റെ സ്വർഗീയ പിതാവ് യേശുവിനെ കരുതിയതുപോലെ, പൗലോസിനെ കരുതിയതുപോലെ എന്നെയും കരുതി. ശരി, നിങ്ങളിൽ മിക്കവരും ഇത് വിശ്വസിക്കില്ല. നിങ്ങൾ പറയാതെ അസാധ്യമാണ്. നിങ്ങൾക്കൊരു സമ്പന്നനായ പിതാവുണ്ടെങ്കിൽ അവൻ നിങ്ങളെ കരുതുകയില്ലേ? നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? വയലിലെ 1000 ജന്തുക്കൾ അവനുള്ളതാണെന്ന്, ലോകത്തിലെ സ്വർണവും വെള്ളിയും എല്ലാം അവൻ്റെയാണെന്ന് അവൻ നിങ്ങളെ നടത്തുകയില്ലേ? അവൻ സ്വർഗത്തിൽ നിന്ന് ഇട്ടുതരില്ല. എന്നാൽ അവൻ നിങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം ഒരിക്കലും മറ്റാരെയെങ്കിലും പ്രതീക്ഷിക്കാതെ അവനത് തരും. നിൻ്റെ ആവശ്യം നിറവേറ്റും. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, നീ രോഗിയാകുമ്പോൾ നിങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ നഗരത്തിലുള്ള ഏറ്റവും നല്ല ഡോക്ടറെങ്കിൽ ആ പട്ടണത്തിലെ ഏറ്റവും നല്ല സർജൻ. നിൻ്റെ വീട്ടിലുണ്ടാകുന്ന രോഗത്തെ നീ പേടിക്കുമോ? ശരി, മത്തായി 6 31 വാക്യം. വിചാരപ്പെടരുത് എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ, കാരണം ക്രിസ്ത്യാനികളല്ലാത്തവരും ഈ വകയാണ് അന്വേഷിക്കുന്നത്, വിചാരപ്പെടുന്നത്. നീ ആ കൂട്ടത്തിലാണോ? ക്രിസ്ത്യാനികളല്ലാത്തവർ ഈ കാര്യത്തെ ഓർത്ത് വിചാരപ്പെടുന്നവരാണ്. എന്നാൽ നിനക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നല്ലോ. നീ ഒരാവശ്യത്തിലാണോ? അതെന്താണെന്ന് എനിക്കറിയില്ല. ശാരീരികമോ സാമ്പത്തികമോ രോഗമോ, ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ എതിർപ്പ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അനേക തരത്തിലുള്ള ആവശ്യങ്ങൾ, ആളുകൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ജയിലിൽ അയക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ഈ ഭൂമിയിലുള്ള ഏത് ശക്തനായ ആളെക്കാളും വലിയ ശക്തനായ ഒരാൾ. എനിക്ക് വിശ്വാസമുണ്ടെന്ന് തെളിയപ്പെടുന്നത് ഞാൻ വിചാരപ്പെടാതിരിക്കുമ്പോഴാണ്.